എല്ലാവരുടെ മനസ്സിലുള്ള ധാരണ ഇപ്പോൾ വരാൻ പോകുന്ന ഒരു ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മാത്രമാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ സബ് ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷൻ വരാം, എക്സൈസ് ഇൻസ്പെക്ടർ ചിലപ്പോൾ വന്നാലേ, അങ്ങനെയൊക്കെ വളരെ കുറച്ച് നോട്ടിഫിക്കേഷൻസ് മാത്രമേ എല്ലാവരുടെയും മനസ്സിനകത്തുള്ളൂ. പക്ഷേ ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും, അതായത് ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കുക, ഇനി വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻസ് ഏതൊക്കെയാണ്. ഈ വർഷം പ്രധാനമായിട്ടും 7 നോട്ടിഫിക്കേഷൻ, അടുത്ത വർഷം പ്രധാനമായിട്ടും ബാക്കിയുള്ള നോട്ടിഫിക്കേഷൻസ് ഏതൊക്കെയാണ്, എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരൊറ്റ സെഷനിൽ നമുക്ക് മനസ്സിലാക്കാം. സോ ഇതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻസ് അറിഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സെഷനിലേക്ക് നമുക്ക് പോകാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് അറിയാം. ഇതേപോലെ നിങ്ങൾ അറിയാതെ ഒരൊറ്റ നോട്ടിഫിക്കേഷൻ പോലും എന്ത് ചെയ്യത്തില്ല, പോകത്തില്ല. ഒരു ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾ മിസ്സാവത്തില്ല. എപ്പോഴും എല്ലാ എക്സാമുമായിട്ട് നിങ്ങൾ എന്തായിരിക്കും, നിങ്ങൾ അപ്ഡേറ്റഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നോക്കുക, ഇപ്പോൾ വരാൻ പോകുന്ന 7 ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻസ് ആണ്. ഇതിനകത്ത് ഞാനിപ്പോൾ പറയുന്നത് കഴിഞ്ഞ തവണ വന്ന നോട്ടിഫിക്കേഷൻസ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ പീരീഡ് തീരാറായ നോട്ടിഫിക്കേഷൻസ് ആണ്. ഇപ്പോൾ വരാൻ സാധ്യതയുള്ള 7 നോട്ടിഫിക്കേഷൻസ് ആണ്. അങ്ങനെ പറയുന്നുള്ളൂ. ചിലപ്പോൾ 1-2 മേ ബി ചിലപ്പോൾ വന്നില്ല എന്ന് വരാം, അടുത്ത വർഷത്തേക്ക് ഒന്ന് നീട്ടി എന്ന് വരാം. പക്ഷേ പ്രോബബിലിറ്റി ഉള്ള നോട്ടിഫിക്കേഷൻസ് ഈ പറയുന്നവയാണ്. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കഴിഞ്ഞ വർഷമൊക്കെ ആണെങ്കിൽ PSC ഏതാണ്ട് 750 നോട്ടിഫിക്കേഷൻസോളം കഴിഞ്ഞ വർഷം എന്ത് ചെയ്തായിരുന്നു, പുറത്തുവിട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏതാണ്ട് 400 നോട്ടിഫിക്കേഷൻസ് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, വന്നിട്ടുള്ളൂ. അപ്പോൾ ഇനിയും അങ്ങോട്ട് എന്ത് ചെയ്യാനുണ്ട്, ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരാനുണ്ട്. അപ്പോൾ അതിനകത്ത് വരാൻ ചാൻസ് ഉള്ള ഏതാണ്ട് ഒരു 90% ഉറപ്പുള്ള നോട്ടിഫിക്കേഷൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഒന്നാമത്തേത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആണ്. ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാനിവിടെ സൈഡിൽ ഡേറ്റ് ഇട്ടിട്ടുണ്ട്. എന്താ ഡേറ്റ് എന്നറിയോ? കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന തീയതിയാണ്. അതായത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ 12/4/2023 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു. ആ റാങ്ക് ലിസ്റ്റിന് 3 വർഷം കാലാവധിയുണ്ട്. അതായത് 3 വർഷം എന്ന് വെച്ചാൽ 2026 ഏപ്രിൽ വരെ കാലാവധിയുണ്ട്. ദെൻ SBCIDയുടെ നോട്ടിഫിക്കേഷൻ ഇതാ വരാൻ പോവുകയാണ്. എക്സൈസ് ഇൻസ്പെക്ടർ ആയിക്കോട്ടെ, ദെൻ സബ് ഇൻസ്പെക്ടർ ആയിക്കോട്ടെ, അസിസ്റ്റന്റ് ജയിലർ ആയിക്കോട്ടെ, അത് കഴിഞ്ഞ നാഷണൽ സേവിങ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ ആയിക്കോട്ടെ, അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അസിസ്റ്റന്റ് ആയിക്കോട്ടെ, അങ്ങനെ 7 പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസ് ആണ് ഡിഗ്രി ലെവലിൽ ഇപ്പോൾ എന്ത് ചെയ്യാൻ പോകുന്നത്, വരാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഓരോ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. അതായത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് ഒരൊറ്റ എക്സാമിന് വേണ്ടി മാത്രമാണോ? അല്ല. നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു എക്സാമിന് വേണ്ടി മാത്രമല്ല, മറിച്ച് 7 എക്സാംസിന് വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് പ്രിലിംസ് എപ്പോഴും എന്തായിരിക്കും, കോമൺ ആയിരിക്കും. കോമൺ പ്രിലിംസ് ആയിരിക്കും ഇതിനെല്ലാത്തിനും എന്ത് ചെയ്യാൻ പോകുന്നത്, വരാൻ പോകുന്നത്. മെയിൻസ് വരുന്ന സമയത്ത് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഇതിൻ്റെ സിലബസ് എന്ത് ചെയ്യത്തുള്ളൂ, മാറത്തുള്ളൂ. അപ്പം ഒരൊറ്റ പ്രിപ്പറേഷൻ മതി, ഇത്രയും പ്രിലിംസ് നമുക്ക് എന്ത് ചെയ്യാൻ, നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഞാനിപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റെ കേസ് ഞാനൊന്ന് വിളിക്കുകയാണ്. അതായത് നിങ്ങളീ കാണുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റെ ലാസ്റ്റ് നോട്ടിഫിക്കേഷനാണ് നിങ്ങൾ കാണുന്നത്. കാറ്റഗറി നമ്പർ എത്രയാണ്, 57/2021. അതായത് ലാസ്റ്റ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വന്നത് 2021 ലാസ്റ്റ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പോൾ അവിടെ സ്കെയിൽ ഓഫ് പേ ഒക്കെ വന്നിട്ട് പഴയ സാലറി സ്കെയിലാണ് നടക്കുന്നത്. 27,800 മുതൽ 59,400 വരെ. ഇപ്പോൾ നിലവിൽ എത്ര അഡ്വൈസ് ആണ് ആകെ പോയത് നോക്കിയേ, ടോട്ടൽ 419 അഡ്വൈസ് ആണ് ഇതുവരെ ആകെ പോയത്. കണ്ടായിരുന്നു, ടോട്ടൽ അഡ്വൈസ് വന്നിട്ട് 419 അഡ്വൈസ് ആണ് ഇതുവരെ ആകെ എന്ത് ചെയ്തത്, പോയിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഓപ്പൺ കോമ്പറ്റീഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓപ്പൺ കോമ്പറ്റീഷൻ വന്നിട്ട് എത്രയാണ്, 285 അഡ്വൈസ് ആണ് ഓപ്പൺ കോമ്പറ്റീഷൻ ആകെ എന്ത് ചെയ്തിട്ടുള്ളത്, പോയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനിയും ഈ റാങ്ക് ലിസ്റ്റിന് എത്ര വർഷം കാലാവധിയുണ്ട്? നമുക്കറിയാം, റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 12/4/2023 2026 ഏപ്രിൽ മാസം വരെ റാങ്ക് ലിസ്റ്റിന് കാലാവധിയുണ്ട്. അതായത് ഇനിയും ഏതാണ്ട് 2025 ഫുള്ള് 12, then അടുത്ത വർഷം 4 മാസം 16, then ഈ മാസം ഡിസംബർ 17, ഏതാണ്ട് 17 മാസം ഇനി റാങ്ക് ലിസ്റ്റിന് കാലാവധിയുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഇതിൻ്റെ ഇരട്ടി അഡ്വൈസ് എന്ത് ചെയ്യും, പോകും. ചിലപ്പോൾ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഫുൾ ആൾക്കാരെയൊക്കെ ചിലപ്പോൾ അത് കൂടി പോകും. ഓക്കെ, എന്നാലും ഇതിൻ്റെ ഇരട്ടി അഡ്വൈസ് ഒക്കെ എന്ത് ചെയ്യും, ഉറപ്പായിട്ടും അങ്ങ് പോകും. ഓക്കെ, അത് കഴിഞ്ഞ് നെക്സ്റ്റ് അടുത്ത് വരാൻ പോകുന്ന നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഇതാ ഇവിടെ കിടക്കുന്ന നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാം. SBCID സ്പെഷ്യൽ ബ്രാഞ്ച് CID. അപ്പോൾ SBCIDയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻ ആണ്. സെക്രട്ടറി അസിസ്റ്റൻ്റെ കൂടെയാണ് സാധാരണ ഇത് നടക്കുന്നത്. അതായത് എല്ലാ പോലീസ് സ്റ്റേഷനിലും നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു SBCID സാധാരണഗതിയിൽ കാണും. അതായത് പ്രത്യേകത എന്ന് വെച്ചാൽ ഇവരൊരു യൂണിഫോം പോസ്റ്റ് അല്ല, പോലീസ് ആണെങ്കിലും ഒരു യൂണിഫോം പോസ്റ്റ് അല്ല, CID ആണ്, ആ പേര് തന്നെയുണ്ട്.
മാത്രമല്ല ഇവരുടെ സാലറി സ്കെയിൽ വരുന്നത് നമ്മുടെ CPOയുടെയൊക്കെ സാലറി സ്കെയിലാണ് എന്ത് ചെയ്യുന്നത് വരുന്നത്. അപ്പോൾ സാലറി സ്കെയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 22 പഴയ സാലറി സ്കെയിലാണ് കേട്ടോ ഇവിടെ കിടക്കുന്നത്. 22,400 മുതൽ 48,000 വരെയാണ് സാലറി വരുന്നത്. അപ്പോൾ ഇതൊരു യൂണിഫോം പോസ്റ്റ് അല്ല, നമുക്ക് യൂണിഫോം ബാക്കിയൊന്നുമില്ല SPCID. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാം ഇപ്പോൾ പ്രതീക്ഷിക്കാം. ഇതിന് മുമ്പ് വന്ന നോട്ടിഫിക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്നാ നോട്ടിഫിക്കേഷൻ വന്നത് 11/12/2019 ഇതിന് മുമ്പ് നോട്ടിഫിക്കേഷൻ വന്നത്. കാറ്റഗറി നമ്പർ 315/2019 നോട്ടിഫിക്കേഷൻ. അപ്പോൾ അതിൽ ഇതുവരെ എത്ര അഡ്വൈസ് പോയായിരുന്നു? ഇതുവരെ 130 അഡ്വൈസ് ആണ് ഇതുവരെ ആകെ പോയിട്ടുള്ളത്. അതിനകത്ത് ഓപ്പൺ കോമ്പറ്റീഷൻ നോക്കുകയാണെങ്കിൽ 144 പേർക്കാണ് ഓപ്പൺ കോമ്പറ്റീഷനിൽ ഇതുവരെ അഡ്വൈസ് പോയിരിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഈ വർഷം വരാൻ പോകുന്ന മൂന്നാമത്തെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് എക്സൈസ് ഇൻസ്പെക്ടറാണ്. ഓക്കെ, എക്സൈസ് ഇൻസ്പെക്ടർ. സോ എക്സൈസ് ഇൻസ്പെക്ടറുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത് 2019 നോട്ടിഫിക്കേഷൻ വന്നത്. സോ 5 വർഷത്തിന് ശേഷമാണ് പുതിയ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് കേട്ടോ. ഇതൊരു യൂണിഫോം പോസ്റ്റ് ആണ്. 1 വർഷം മാത്രമേ റാങ്ക് ലിസ്റ്റിന് കാലാവധിയുള്ളൂ. അപ്പോൾ സാധാരണഗതിയിൽ യൂണിഫോം പോസ്റ്റ് എല്ലാം തന്നെ കാലാവധി എത്ര വർഷമാണ്? 1 വർഷമാണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി വരുന്നത്. അപ്പോൾ 2019 ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത്. കാറ്റഗറി നമ്പർ 497/2019. ദെൻ പഴയ സാലറി സ്കെയിലാണ് കിടക്കുന്നത് 30,700 മുതൽ 65,400 വരെ. പക്ഷേ ഇപ്പോൾ സാലറി മാറിയിട്ടുണ്ട്. പുതിയ സാലറി സ്കെയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 43,400 മുതൽ 91,200 വരെയാണ് പുതിയ സാലറി സ്കെയിൽ വരുന്നത്. SIയുടെ അത്രയും സാലറി ഇല്ല കേട്ടോ. പക്ഷേ ഈ എക്സൈസ് ഇൻസ്പെക്ടറുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്ന്, ഇപ്പോൾ നിങ്ങളിപ്പോൾ സബ് ഇൻസ്പെക്ടറായിട്ട് പോകണമെന്ന് സങ്കല്പിച്ചോ, അവിടെ SHO ആരാണ്? സർക്കിൾ ഇൻസ്പെക്ടറാണ്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അധികാരം പവറുമാക്കിയെല്ലാം എന്താണ് കൂടുതലാണ്. മാത്രമല്ല ഈ 4 പോലീസ് സ്റ്റേഷനിലൊക്കെ ചേർന്നാണ് എന്ത് വരുന്നത്? ഒരു എക്സൈസ് ഓഫീസ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അധികാരമൊക്കെ എന്തായാലും കുറച്ച് കൂടുതലായിരിക്കും. സബ് ഇൻസ്പെക്ടർ പോലെ റിസ്കോ ബാക്കിയൊക്കെ ഇച്ചിരി കുറവാണ്. നല്ല ജോലിയാണ്. ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്ന് 2019 ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നേക്കുന്നത്. അപ്പോൾ നിലവിലെ റാങ്ക് ലിസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ നിലവിലെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 28/12/2023 നിലവിലെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. അപ്പോൾ റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്യും? ഈ 2024 അവസാനമാകുമ്പോൾ റാങ്ക് ലിസ്റ്റ് കഴിയും. സോ പുതിയ റാങ്ക് ലിസ്റ്റ് ഉടനെ വന്നേ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നോട്ടിഫിക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാം? പ്രതീക്ഷിക്കാം. നിലവിൽ ഇതുവരെ 133 അഡ്വൈസ് ആണ് നിലവിൽ ഇതുവരെ പോയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഓപ്പൺ കോമ്പറ്റീഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓപ്പൺ കോമ്പറ്റീഷൻ വന്നിട്ട് 108 അഡ്വൈസ് ആണ് ഓപ്പൺ കോമ്പറ്റീഷനിലാകെ പോയിരിക്കുന്നത്. ടോട്ടൽ 108 അഡ്വൈസ്. ഓക്കെ, അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ അടുത്ത് വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ വന്നിട്ട് നമ്മുടെ സബ് ഇൻസ്പെക്ടറാണ്. അപ്പോൾ നമുക്കൊരു ഡൗട്ട് വരും, സബ് ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷൻ ഇപ്പം വരുമോ? കാര്യം ഇപ്പോൾ ഒരു പരീക്ഷയൊക്കെ കഴിഞ്ഞ് മെയിൻസൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ റാങ്ക് ലിസ്റ്റ് എല്ലാവരും വെയിറ്റ് ചെയ്യുകയല്ലേ. അപ്പോൾ പുതിയൊരു നോട്ടിഫിക്കേഷൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഈ നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അടുത്ത വർഷം 2025 പകുതി വരെ നിലവിലെ റാങ്ക് ലിസ്റ്റിന് കാലാവധിയുണ്ട്. ഇതൊരു അഡ്വൈസ് ഒന്നും എന്ത് ചെയ്തിട്ടില്ല, പോയിട്ടില്ല. നമുക്ക് CPO പോലെ തന്നെ ഒരുമിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത്, പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ മനസ്സിലാക്കുക 2025 ഒരു ജൂലൈ വരെ നിലവിൽ എന്തുണ്ട്? റാങ്ക് ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ വരാൻ പോകുന്ന റാങ്ക് ലിസ്റ്റ് 2026 പകുതി വരെ ആ റാങ്ക് ലിസ്റ്റിനായിരിക്കും കാലാവധി വരുന്നത്. സോ 2026 പുതിയ റാങ്ക് ലിസ്റ്റ് വരണം. 2026 പുതിയ റാങ്ക് ലിസ്റ്റ് വരണമെങ്കിൽ 2024 നോട്ടിഫിക്കേഷൻ വരണം. 2025 പ്രിലിംസ് മെയിൻസ് എക്സാം നടക്കണം. ദെൻ 2026 അതിൻ്റെ അഡ്വൈസ് പോകണം, റാങ്ക് ലിസ്റ്റ് വരണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വർഷം അവസാനം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ക്ലിയർ ആണ്. അതിനകത്ത് വേറെ തർക്കം വരാൻ ചാൻസ് ഇല്ല. ഇപ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. ഈ യൂണിഫോം പോസ്റ്റുകളുടെ നോട്ടിഫിക്കേഷൻ ഇയർലി ആയപ്പോൾ ഒരുപാട് പേര് സന്തോഷിച്ചായിരുന്നു. ആ കുഴപ്പമില്ല, ഇനി എല്ലാ വർഷവും നോട്ടിഫിക്കേഷൻ വരുമല്ലോ. പക്ഷെ അതിൽ വരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇയർലി ആകുമ്പോൾ തന്നെ ഇതിൻ്റെ നമ്പർ ഓഫ് അഡ്വൈസ് എന്ത് ചെയ്യത്തുള്ളൂ? കുറച്ചേ പോകത്തുള്ളൂ. ഒരുപാട് എഫേർട്ട് കൊടുത്താണ്, പ്രത്യേകിച്ച് ഫിസിക്കലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് എഫേർട്ട് കൊടുത്താണ് ഇവരെന്ത് ചെയ്യുന്നത്? ഫിസിക്കലും ബാക്കിയെല്ലാം നേടിയെടുക്കുന്നത്. പക്ഷേ ഇത്രയും എഫേർട്ട് കൊടുത്ത് രാവിലെ എഴിച്ച് ഓടി എല്ലാം ആയിട്ട് റാങ്ക് ലിസ്റ്റിൽ വന്നു. പക്ഷേ അഡ്വൈസ് കിട്ടാതിരിക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യും? ഭയങ്കര വിഷമം ഉണ്ടാകും. അപ്പോൾ അതിന് അങ്ങനെ ഒരു ഡീമെറിറ്റ് ഉണ്ട് ഇയർലി ആവുന്നത് കൊണ്ട് തന്നെ. പക്ഷേ നമ്മളിനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഈ വർഷം അവസാനം നമുക്ക് എന്ത് ചെയ്യാം? ഈ സബ് ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പ്രതീക്ഷിക്കാം. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ അടുത്ത് വരാൻ പോകുന്ന നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ട് അസിസ്റ്റന്റ് ജയിലർ ആണ് കേട്ടോ. അസിസ്റ്റന്റ് ജയിലർ ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷനാണ്. അടിപൊളി നോട്ടിഫിക്കേഷനാണ്. ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത് 2019 അവസാനമായിട്ട് നോട്ടിഫിക്കേഷൻ വന്നത്. കാറ്റഗറി നമ്പർ 494/2019.
ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ 2019 നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അഡ്വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 28/12/2023 അതിൻ്റെ റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്തത് നിലവിൽ വന്നത് കണ്ടായിരുന്നു. 28/12/2023 റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്തത് ലാസ്റ്റ് നിലവിൽ വന്നത്. ആകെ 28 അഡ്വൈസ് ആണ് ഇതുവരെ ആകെ പോയിരിക്കുന്നത് കേട്ടോ. വെറും 28 അഡ്വൈസ് മാത്രമേ പോയിട്ടുള്ളൂ. ഓപ്പൺ കോമ്പറ്റീഷൻ നോക്കുകയാണെങ്കിൽ 23 പേർക്കാണ് അഡ്വൈസ് കിട്ടിയേക്കുന്നത്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് അടുത്ത് വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ വന്നിട്ട് അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സ് ആണ്. അടിപൊളി പോസ്റ്റ് ആണ് കേട്ടോ, അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സ്. ഓക്കെ, അപ്പോൾ അവിടെ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്ന 2020 ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത്. കാറ്റഗറി നമ്പർ 135/2020 മീൻസ് 30/10/2020 ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നു. കാറ്റഗറി നമ്പർ 135/2020. അപ്പോൾ ഇവിടെ സാലറി സ്കെയിൽ വരുന്നത് പഴയ സ്കെയിലാണ്. 39,500 അല്ല, ഡൗട്ട് ഉണ്ട് കേട്ടോ, പുതിയ സ്കെയിലാണെന്ന് എൻ്റെ വിശ്വാസം. 39,500 മുതൽ 83,000 വരെയാണ് എന്ത് വരുന്നത് സാലറി സ്കെയിൽ വരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നിലവിൽ റാങ്ക് ലിസ്റ്റ് എന്ന് വന്നു. നിലവിൽ റാങ്ക് ലിസ്റ്റ് വന്നത് 12/3/2024 നിലവിൽ റാങ്ക് ലിസ്റ്റ് വന്നത്. അപ്പോൾ ഇത് ചിലപ്പോൾ അടുത്ത വർഷം നോട്ടിഫിക്കേഷൻ ആവാനൊക്കെ ഒരു ചാൻസ് ഉണ്ട്, പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഈ വർഷം തന്നെ വന്നേക്കാം, ചിലപ്പോൾ അടുത്ത വർഷം ആവും. എന്നാൽ ഈ വർഷം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പ്രതീക്ഷിക്കാം. കാര്യം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്, 4 വർഷങ്ങൾക്ക് മുമ്പാണ് ഇതിൻ്റെ പഴയ നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പോൾ നിലവിൽ 19 അഡ്വൈസ് ആണ് ആകെ പോയേക്കുന്നത്. ഓപ്പൺ കോമ്പറ്റീഷൻ നോക്കുകയാണെങ്കിൽ എത്രയായി? ഓപ്പൺ കോമ്പറ്റീഷൻ വെറും 2 അഡ്വൈസ് മാത്രം എന്ത് ചെയ്തിട്ടുള്ളൂ, ഓപ്പൺ കോമ്പറ്റീഷനിൽ പോയിട്ടുള്ളൂ. അതൊരു യാഥാർത്ഥ്യമാണ് കേട്ടോ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ അടുത്ത നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് വന്നിട്ട് ഓക്കെ, നെക്സ്റ്റ് അടുത്ത നമ്മുടെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അസിസ്റ്റന്റിന്റെ നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ, അസിസ്റ്റന്റ് ഇൻ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ. അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ ഇതിന് മുമ്പ് വന്ന എന്നാണെന്ന് ചോദിച്ചാൽ ഇത് അവിടെ കിടപ്പുണ്ട്. കാറ്റഗറി നമ്പർ 59/2020, അതായത് 4 വർഷങ്ങൾക്ക് മുമ്പാണ് എന്ത് ചെയ്തത് ഈ നോട്ടിഫിക്കേഷനും വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ പുതിയ നോട്ടിഫിക്കേഷൻ വരാൻ ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് നിലവിലെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 8/8/2023 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. അപ്പോൾ 2026 8-ാം മാസം വരെ ഈ റാങ്ക് ലിസ്റ്റിന് കാലാവധിയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും 2026 പുതിയ റാങ്ക് ലിസ്റ്റ് വരണം. അങ്ങനെയാണെങ്കിൽ 24 നോട്ടിഫിക്കേഷൻ വന്ന് 25 അതിൻ്റെ പ്രിലിംസ് മെയിൻസ് എക്സാം നടക്കണം. അപ്പോൾ 26 എന്ത് ചെയ്യും, റാങ്ക് ലിസ്റ്റ് നിലവിൽ വരും. സോ ഈ നോട്ടിഫിക്കേഷൻ നമുക്കിപ്പോൾ പ്രതീക്ഷിക്കാം. അടിപൊളി പോസ്റ്റാണ്. ആകെ 33 അഡ്വൈസ് ആണ് ഇതുവരെ നടന്നിട്ടുള്ളത്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ അടുത്ത് ഓപ്പൺ കോമ്പറ്റീഷൻ നോക്കുകയാണെങ്കിൽ 18 അഡ്വൈസ് ആണ് ഓപ്പൺ കോമ്പറ്റീഷനകത്ത് പോയേക്കുന്നത്. ഇത്രയുമാണ് ഈ 7 നോട്ടിഫിക്കേഷനിലെ ഇതുവരെ നടന്ന അഡ്വൈസും ബാക്കിയില്ല. അപ്പോൾ മിനിമം നമുക്ക് എന്ത് ചെയ്യാം, മിനിമം എന്ന് ഞാൻ പറയുന്നില്ല, ഈ 7 നോട്ടിഫിക്കേഷനിൽ ഒരു ഭൂരിഭാഗം നോട്ടിഫിക്കേഷൻസും അല്ലെങ്കിൽ ചിലപ്പോൾ 7 നോട്ടിഫിക്കേഷൻസ് നമുക്ക് എന്ത് ചെയ്യാം ഈ വർഷം അവസാനം നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നത് ഈ 7 എക്സാമിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഇനി എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ 7 പരീക്ഷകൾക്ക് ചേർത്ത് ഒരു കോമൺ പ്രിലിംസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത് വരുന്നത്. ഇപ്പോൾ കോമൺ പ്രിലിംസ് എക്സാം നമുക്ക് എപ്പോൾ പ്രതീക്ഷിക്കാം, നമുക്ക് 2025 ഒരു മെയ് ജൂൺ മാസത്തിൽ നമുക്കിതിൻ്റെ കോമൺ പ്രിലിംസ് എക്സാം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പ്രതീക്ഷിക്കാം. അത് കഴിഞ്ഞ് മെയിൻസ് ആണെങ്കിൽ ഒരു ഒക്ടോബർ നവംബർ മാസമൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിതിൻ്റെ എല്ലാത്തിൻ്റെയും മെയിൻസ് ഓരോന്ന് പോലെ ഇങ്ങനെ വരിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ മെയിൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഒരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതായത് നമ്മൾ കയ്യിൽ നിന്ന് ഇത്രയും എക്സാംസ് പോവുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കേ. അപ്പോൾ പല എക്സാംസും 4-5 വർഷങ്ങൾക്ക് ശേഷമാണ് നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റാങ്ക് ലിസ്റ്റ് വരുന്നത് 2026-ലും 2027-ലൊക്കെ ആയിരിക്കും ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്യാൻ പോകുന്നത്, വരാൻ പോകുന്നത്. ഈ റാങ്ക് ലിസ്റ്റിന് യൂണിഫോം പോസ്റ്റ് ഒഴിച്ചുള്ള റാങ്ക് ലിസ്റ്റുകൾക്ക് 3 വർഷം കാലാവധിയുണ്ട്. അതായത് 2029 വരെയോ 2030 വരെയൊക്കെ റാങ്ക് ലിസ്റ്റിന് കാലാവധിയുണ്ട്. ഒരു കുട്ടി ഈ ഒരു എക്സാം ആ കുട്ടിക്ക് മിസ്സാവുകയാണെങ്കിൽ ആ കുട്ടി ഉറപ്പായിട്ടും ഇതേപോലൊരു പോസ്റ്റിൽ കയറാനായിട്ട് പുതിയ റാങ്ക് ലിസ്റ്റ് വരണം. പുതിയ റാങ്ക് ലിസ്റ്റ് എപ്പോഴേ വരത്തുള്ളൂ, 2029-30 എന്ത് ചെയ്യത്തുള്ളൂ, വരത്തുള്ളൂ. സോ വർഷം ഇപ്പോൾ എത്രയായിട്ടുള്ളൂ, വർഷം ഇപ്പോൾ 2024 മാത്രമേ ആയിട്ടുള്ളൂ. സോ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മളൊന്ന് ഉഴപ്പുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകാൻ പോകുന്നത് എത്ര വർഷങ്ങളാണ്? 5, 6, 7 വർഷങ്ങളാണ് നമ്മുടെ കയ്യിൽ നിന്ന് പോകാൻ പോകുന്നത്. ആ ഒരൊറ്റ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി നമുക്ക് ആരംഭിക്കാം. ഓക്കെ, അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾക്കൊരു LD ലെവൽ പ്രിപ്പറേഷൻ നിങ്ങൾക്ക് മതി ഇതിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ ഒരു ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം,
നിങ്ങളിപ്പോൾ ഒരുപാട് പേര് ഒരുപാട് സ്ഥലങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഒരു LD ക്ലാസ്സിൽ ഒരു നോട്ട് മേടിക്കാം, ഒരു ഡിഗ്രി ക്ലാസ്സിൽ ഒരു നോട്ട് മേടിക്കാം, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഡിഗ്രി ലെവലിൽ വർക്ക് ചെയ്യുന്നു, നിങ്ങളൊരു നോട്ട് നിങ്ങൾ മേടിച്ച് നോക്കാം. അപ്പോൾ അതിനകത്ത് കണ്ടൻറ്റ്, ഒരു ഫാക്കൽറ്റി വരുന്ന കണ്ടൻറ്റ് നിങ്ങൾ രണ്ടും ഒന്ന് അനലൈസ് ചെയ്യണം. ആ LD ക്ലാസ്സിൻ്റെയും അനലൈസ് ചെയ്യണം, നമ്മുടെ ക്ലാസ്സിൻ്റെയും ഒന്ന് അനലൈസ് ചെയ്യണം. എന്തെങ്കിലും ഒരു വ്യത്യാസം അതിനകത്തുണ്ടോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നോർമലി ഏതാണ്ടൊക്കെ എല്ലാം സെയിം ആയിരിക്കും. സോ ആ ഒരു പ്രിപ്പറേഷൻ മതിയോ നിങ്ങൾക്ക് ഈ എക്സാമിനെ ക്രാക്ക് ചെയ്യാനായിട്ട്? നിങ്ങൾ LSCSൻ്റെയൊക്കെ മെയിൻസ് എക്സാം നിങ്ങൾ കണ്ടു, നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം, ഒന്ന് ചിന്തിച്ച് നോക്കാം, എങ്ങനെ നമുക്ക് അധ്വാനിച്ച്, അങ്ങനെ ഞാൻ പറയുന്നുള്ളൂ, അല്ലാതെ ഈസി ആയിട്ട് ഒന്നും കിട്ടത്തില്ല, ഒന്നും ലൈഫിൽ ഈസി ആയിട്ട് കിട്ടത്തില്ല. എങ്ങനെ നമുക്ക് ഒന്ന് എഫേർട്ട് കൊടുത്ത് നല്ലൊരു സ്ട്രാറ്റജിയിൽ നമുക്ക് ഈ എക്സാമിനെ ക്രാക്ക് ചെയ്യാൻ പറ്റും, ഒന്ന് ആലോചിച്ച് നോക്കാം. നമുക്ക് ഈ എക്സാമിനെ ക്രാക്ക് ചെയ്യണമെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക, എന്നിട്ട് നമ്മുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്ത് ചെയ്യാം ഒന്ന് മാറ്റി നോക്കുക. ഒരു വലിയ എക്സാമിനെ പിടിക്കുമ്പോൾ ആ രീതിക്കുള്ള പ്രിപ്പറേഷൻ നമുക്ക് വേണം, എഫേർട്ട് വേണം, ഒരു സ്ട്രാറ്റജി നമുക്ക് വേണം, ഏറ്റവും നല്ല മെറ്റീരിയൽസ് നമുക്ക് വേണം. ഇപ്പോൾ ഞാൻ ആരെയും കമ്പയർ ചെയ്യുന്നില്ല, നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയാണ്, അതായത് ഇപ്പോൾ പ്രിലിംസ് പാസ്സാവാനായിട്ട് ഈസിയാണ് കേട്ടോ, പ്രിലിംസ് ഈസി ആയിട്ട് പാസ്സാവും. നമ്മൾ ഫോക്കസ് ചെയ്യണം, പ്രിലിംസ് പാസ്സായാലേ മെയിൻസിലോട്ട് നമ്മൾ പോകത്തുള്ളൂ. പക്ഷേ അതൊരു ഈസി സ്ട്രാറ്റജിയാണ്. അതായത് നമ്മൾ പ്രിലിംസിൻ്റെ സിലബസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 100 മാർക്കാണ് എക്സാം വരുന്നത്, 7 ചേർത്ത് കോമൺ പ്രിലിംസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത് വരുന്നത്. അപ്പോൾ അവിടെ നോക്കുക, ഹിസ്റ്ററി വന്നിട്ട് 10 മാർക്കാണ്, ജോഗ്രഫി വന്നിട്ട് 5 മാർക്കാണ്, ദെൻ എക്കണോമിക്സ് വന്നിട്ട് 5 മാർക്കാണ്, സിവിക്സ് വന്നിട്ട് 5 മാർക്കാണ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നിട്ട് 5 മാർക്കാണ്, ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ വന്നിട്ട് 10 മാർക്കാണ്, ദെൻ അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ അടുത്ത ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ IT 5 മാർക്ക്, സയൻസ് ആൻഡ് ടെക്നോളജി 5 മാർക്ക്, മാത്സ് വന്നിട്ട് 20 മാർക്ക്, ഇംഗ്ലീഷ് വന്നിട്ട് 20 മാർക്ക്, മലയാളം വന്നിട്ട് 10 മാർക്ക്. ഇങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പ്രിലിംസിൻ്റെ വരുന്നത്. അപ്പോൾ നമ്മൾ പ്രിലിംസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് നമുക്ക് വരുന്നത് പ്രിലിംസിന് മാത്രമല്ല മെയിൻസിനും കൂടെ ചേർത്തിട്ടാണ്. ഇപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എങ്ങനെയാണ് വരുന്നത്, അപ്പോൾ അതിൻ്റെ പ്രിലിംസ്, ദെൻ അത് കഴിഞ്ഞ മെയിൻസ് വരുന്ന സമയത്ത് പേപ്പർ 1 ഉണ്ട്, പേപ്പർ 2 ഉണ്ട്. പേപ്പർ 1 LSCS പോലെ എന്തായിരിക്കും, ഈ സെയിം ആയിരിക്കും, വലിയ മാറ്റമൊന്നും എന്ത് ചെയ്യത്തില്ല, വരത്തില്ല. ആ LSCSൻ്റെ സെയിം പേപ്പർ 1 തന്നെ നമുക്ക് എവിടെ പ്രതീക്ഷിക്കാം, ഈ സെക്രട്ടറി അസിസ്റ്റന്റ് നമുക്ക് പ്രതീക്ഷിക്കാം. പേപ്പർ 2 മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, മാറത്തുള്ളൂ. അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ എന്ത് ചെയ്യും, ടോപ്പിക്കുകൾ ആഡായി വരും, അത് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ പഠിക്കാം. സോ പ്രിലിംസ് പഠിക്കുമ്പോൾ സത്യത്തിൽ നമ്മൾ പഠിക്കുന്നത് പ്രിലിംസിന് മാത്രമല്ല, മറിച്ച് മെയിൻസിൻ്റെ പേപ്പർ 1 കൂടെ ചേർത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ഇംഗ്ലീഷ് 20 മാർക്കുണ്ട്, മാത്സ് 20 മാർക്കുണ്ട്, മലയാളം 10 മാർക്കുണ്ട്. അപ്പോൾ തന്നെ എത്ര മാർക്കായി, 50 മാർക്കായി. നിങ്ങൾ ഇതുവരെയുള്ള ഡിഗ്രി ലെവലിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ നോക്കുക, അതിൻ്റെ കട്ട് ഓഫ് ഒന്ന് അനലൈസ് ചെയ്യാം. അവിടെ നോക്കുക, ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, ഒരുപാട് കടുപ്പിച്ചിട്ടില്ല. എളുപ്പമാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല, കാര്യം ഒന്നും എളുപ്പമല്ല. ഒരു ആവറേജ് ലെവലിലാണ് എന്ത് വരുന്നത്, ക്വസ്റ്റ്യൻസ് എപ്പോഴും വരുന്നത്. അവിടെ നമുക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ മിനിമം നമുക്കൊരു 40 മാർക്ക്, ഫുള്ളൊന്നും ആർക്കും കിട്ടത്തില്ല, ഒരു 40 മാർക്ക് ഇവിടെ സ്കോർ ചെയ്യാം. ഇനി GK പാർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ PSC ഏറ്റവും അധികം കടുപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത് വരുന്നത്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ നന്നായിട്ട് പഠിക്കുന്നു, അവിടെ നമുക്കൊരു പകുതി മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തില്ലേ, ഉറപ്പായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. 25 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. സോ 40 + 25 65 മാർക്കായി പ്രിലിംസ് നമുക്ക് എന്ത് ചെയ്യാം, ക്രാക്ക് ചെയ്യാം. ഇന്നുവരെ നടന്ന ഒരു പരീക്ഷയിലും, ഇന്നുവരെ നടന്ന ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയിലും ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, ഒരിക്കലും ഒരു 65 മാർക്കിന് മേലിൽ എന്ത് ചെയ്തിട്ടില്ല, കട്ട് ഓഫ് പോയിട്ടില്ല, അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പ്രിലിംസ് പാസ്സാവും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത്ര എളുപ്പമാണെങ്കിൽ മുമ്പ് എന്തുകൊണ്ട് പലരും പാസ്സായില്ല, ഇത്രയേ ഉള്ളൂ. മാക്സിമം റീസണിങ്ങും മലയാളമൊക്കെ കട്ടൊക്കെ അങ്ങ് അവരെന്ത് ചെയ്യും, അറ്റൻഡ് ചെയ്ത് വയ്ക്കും. GK പാടാണ്, അറിയാത്ത ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും, അറിയാവുന്ന ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യും, അറിയാത്ത ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും, അവർ കൊണ്ട് നെഗറ്റീവ് ആക്കും. മാത്രമല്ല ഒരുപാട് ആൾക്കാർ അറിയാത്ത ക്വസ്റ്റ്യൻസിൽ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് അവരുടെ സമയം മൊത്തം എന്ത് ചെയ്യും, കൊണ്ടും കളയും. അപ്പോൾ അങ്ങനെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മളൊന്ന് ശ്രമിച്ചാൽ പ്രിലിംസ് ഒക്കെ ഈസിയാണ്, നമ്മുടെ മുമ്പിൽ എന്തല്ല, ഒരു വെല്ലുവിളിയല്ല. ഇനി നമ്മൾ മെയിൻസിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് മെയിൻസ് വരുന്നത്, ഇപ്പോൾ ഓരോന്നിനും ഓരോ മെയിൻസാണ്. സബ് ഇൻസ്പെക്ടറിനാണെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക് ആയിരിക്കും, അത് ചിലപ്പോൾ ഒരു പാർട്ട് മാത്രമേ കാണത്തുള്ളൂ. എക്സൈസ് ഇൻസ്പെക്ടർ ആണെങ്കിൽ അബ്കാരി ആക്ട്, അതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് ആയിരിക്കും. അപ്പോൾ മെയിൻസ് ആകുമ്പോൾ ഓരോന്നിനും എന്താണ്, ഓരോ മെയിൻസ് ആണ്. അവിടെ 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 എങ്ങനെയാണ്, ഇപ്പോൾ പേപ്പർ 1 സെക്രട്ടറി അസിസ്റ്റന്റ് കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ പേപ്പർ 1 എങ്ങനെയാണ്, നമ്മൾ നോർമൽ പ്രിലിംസിൻ്റെ അതേ സിലബസ് ആയിരിക്കും, ചിലപ്പോൾ സയൻസ് കുറച്ചൊക്കെ അഡീഷൻ വന്നാലായി LSCS ഒക്കെ പോലെ. പേപ്പർ 2 ആണെങ്കിൽ എന്തായിരിക്കും, പ്യുവറായിട്ട് അവരവരുടെ മേഖല ഏതാണ്, അതായത് ഏത് മേഖലയാണോ ജോലി ഡിസർവ് ചെയ്യുന്നത്, അവിടെ ആവശ്യപ്പെടുന്നത്, അതായിരിക്കും എന്ത് വരുന്നത്, പേപ്പർ 2ൻ്റെ ഒരു സിലബസ് ആയിട്ട് വരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഇതേപോലെ നല്ല ക്വസ്റ്റ്യൻസ് ഇട്ട് പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ സ്പീഡ് കൂട്ടി ഓരോ ക്വസ്റ്റ്യൻസിനെയും ഡീകോഡ് ചെയ്ത് നമ്മളൊന്ന് ചിന്തിച്ച്
അങ്ങനെ പറയുന്നുള്ളൂ. നമ്മളൊന്ന് ചിന്തിച്ച് ഒരു എഫേർട്ട് കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ പേപ്പർ 2 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാൻ പറ്റും. ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. ഇതിനു മുമ്പ് എക്സാം ക്രാക്ക് ചെയ്തവരൊക്കെ തന്നെ ചൊവ്വയിൽ നിന്ന് വന്ന എക്സാം എഴുതിയ ആൾക്കാരാണോ? അല്ല. അമേരിക്കയിൽ നിന്ന് വന്ന നാസയിൽ നിന്ന് വന്ന ആൾക്കാരാണോ? അല്ല. നമ്മളൊക്കെ തന്നെയാണ്, നമ്മളെപ്പോലെ ആൾക്കാർ തന്നെയാണ്. അവരൊക്കെ എഫേർട്ട് കൊടുത്തു, എക്സാമിന് എന്ത് ചെയ്തു, ക്രാക്ക് ചെയ്തു, അങ്ങ് മേലോട്ടം കയറിപ്പോയി. അപ്പോൾ നമുക്ക് നല്ലൊരു സ്ട്രാറ്റജി നമുക്ക് വേണം. എല്ലാ ദിവസവും ഒരു 6 മണിക്കൂർ മിനിമം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റണം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, എക്സാമിനെ പിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ചിന്തിക്കും, 6 മണിക്കൂർ എല്ലാ ദിവസവും എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റുമോ? എടാ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ. നിങ്ങളൊക്കെ പണ്ട് സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തും ഇപ്പോൾ ഒന്ന് ആലോചിച്ച്, നിങ്ങൾ പ്ലസ് ടുവിനൊക്കെ പഠിക്കുകയാണ് സങ്കല്പിച്ചു. നിങ്ങൾ രാവിലെ എഴുതിച്ച് സ്കൂളിൽ പോകുന്നു, അത് കഴിഞ്ഞ് നേരെ ചിലപ്പോൾ രാവിലെ എഴുതിച്ച് ട്യൂഷന് പോകുന്നു, അത് കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകുന്നു, അത് കഴിഞ്ഞ് ഈവനിങ് ട്യൂഷന് പോകുന്നു, ശനി ഞായറും എക്സ്ട്രാ ക്ലാസ്സിന് പോകുന്നു, വീട്ടിൽ വന്നിരുന്ന അസൈൻമെൻറ്റ്, പഠിത്തം, നാളത്തെ ഹോംവർക്ക്, ബാക്കിയെല്ലാം അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു ദിവസം മിനിമം ഒരു 15 മണിക്കൂറൊക്കെ പഠിത്തത്തിന് വേണ്ടി മാറ്റിവെച്ച ആൾക്കാരാണ്. ചിന്തിക്കല്ലേ, സാറേ പറഞ്ഞ കൂട്ടത്തിൽ ഞാനില്ല. ശരിയല്ലേ ഞാൻ ഈ പറഞ്ഞത്? ആണ്. പണ്ടൊക്കെ നമ്മളൊരു ദിവസം പഠിത്തത്തിന് വേണ്ടിയിട്ട് ഇത്രയും സമയമാണ് നമ്മൾ മാറ്റിവെച്ചത്. എന്നിട്ട് എന്തെങ്കിലും ഫലമുണ്ടോ? ആരെങ്കിലും നിങ്ങളോട് ഇപ്പോൾ ചോദിക്കാറുണ്ടോ, പ്ലസ് ടുവിന് എത്ര A+ കിട്ടി, ഡിഗ്രിക്ക് എത്ര A+ കിട്ടി? നിങ്ങൾക്കെങ്കിലും ഓർമ്മ ഉണ്ടോടാ അത് എത്രയൊക്കെ കിട്ടിയെന്ന്? ഒന്നുമില്ല. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ വിചാരിക്കും, ഇപ്പോൾ നമ്മുടെ അച്ഛനും അമ്മയും തന്നെ നമ്മളോട് പറയും, ഇപ്പോൾ 10th ആണെന്ന് സങ്കല്പിച്ചു, നമ്മളോട് പറയും, മക്കളെ 10ാം ക്ലാസ് ആണ് നിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വർഷം. നമ്മൾ വിശ്വസിക്കും, ഇപ്പോൾ എഴുതും. പ്ലസ് 2 ആകുമ്പോഴും പറയും, പ്ലസ് 2 ആണ് നിൻ്റെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട വർഷം. ഇതുകൊണ്ട് കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഡോക്ടറാവണോ എഞ്ചിനീയർ ആവണോ എല്ലാം തീരുമാനിക്കുന്ന ഈ വർഷമാണ്. അത് കഴിഞ്ഞ് നേരെ ഡിഗ്രിയിലേക്ക് നമ്മൾ പോകും. അപ്പോൾ അച്ഛനമ്മയും പറയും, ഇടാ ഇതും കൂടെ കഴിഞ്ഞാൽ എന്ത് ചെയ്തു, പഠിത്തം തീർന്നു, ഒന്നുമല്ല, സെറ്റാണ് പിന്നെ ലൈഫ്. നമ്മളും ചിന്തിക്കും, നമ്മൾ നേരെ വിചാരിക്കുമല്ല, ഓക്കെ എന്തുകൊണ്ട് കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു, മൾട്ടിനാഷണൽ കമ്പനീസ് വരുന്നു, എന്നെ തൂക്കിക്കൊണ്ട് പോകുന്നു, പിന്നെ ഞാനാരാണ്, കിടിലോൾ കിടിലാം, ഓക്കെ. പക്ഷേ ഇതൊന്നുമല്ല ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയം. ഈ പോകുന്ന ഈ സമയമാണ്, ഈ കാലമാണ്. പക്ഷെ ഇപ്പോഴും നമ്മളോട് ആരും പറഞ്ഞു തരത്തില്ല, ഇതാണ് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട വർഷം, ഇത് പഠിച്ചില്ലെങ്കിൽ തെയ്യുമെന്ന് ആരും പറഞ്ഞു തരത്തില്ല. പക്ഷെ അങ്ങനെയാണ്, ഇതാണ് നമ്മുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട വർഷം, മൊമെൻ്റ്. അത് നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. ആരും നമ്മളെ പുഷ് ചെയ്യാൻ കാണത്തില്ല. നമ്മൾ പഠിക്കേണ്ട നമ്മുടെ മാത്രം ആവശ്യമാണ്, നമ്മൾ സമയം മാറ്റി വയ്ക്കേണ്ടത് നമ്മുടെ മാത്രം ആവശ്യമാണ്. അപ്പോൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ കാണത്തുള്ളൂ, നമ്മളെ പുഷ് ചെയ്ത് നമ്മളെ കൂടുതൽ എന്ത് ചെയ്യത്തുള്ളൂ, നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കത്തുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, സമയം മാറ്റി വയ്ക്കുക. എല്ലാ ദിവസവും കൃത്യമായിട്ട് 6 മണിക്കൂർ, മരിച്ചില്ല എങ്കിൽ എന്ത് ചെയ്യുക, ഒരു 6 മണിക്കൂർ എന്ത് ചെയ്യുക, നിങ്ങൾ മാറ്റിയങ്ങ് വയ്ക്കുക, എക്സാമിനെ ക്രാക്ക് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ നമ്മുടെ ഒരു ബാച്ച്, ഇപ്പോൾ സെക്രട്ടറി അസിസ്റ്റൻ്റ് ആയിക്കോട്ടെ, ഡിഗ്രി പ്രിലിംസ് ആയിക്കോട്ടെ, നമ്മുടെ ബാച്ച് ഉണ്ട്. ഇപ്പോൾ ഡിഗ്രി പ്രിലിംസ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ സെക്രട്ടറി അസിസ്റ്റൻ്റ് ബാച്ചിൽ തന്നെ ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളിപ്പോൾ സബ് ഇൻസ്പെക്ടർ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർ കാണും, എക്സൈസ് ഇൻസ്പെക്ടർ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ സ്പെഷ്യൽ ടോപ്പിക്ക് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ആ സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രം വരുന്ന അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മാറാം. അതെല്ലാം ഈ ബാച്ചിനകത്ത് എന്താണ്, ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, ഇൻക്ലൂഡഡ് ആണ്. ഇത് മറ്റാരും തരത്തില്ല, പക്ഷേ നമ്മൾ തരും. കാര്യം നമ്മൾ സെക്രട്ടറി അസിസ്റ്റൻ്റ് മെയിൻസ് ബാച്ച് നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്കുണ്ട്. മാത്രമല്ല സബ് ഇൻസ്പെക്ടർ അതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ബാച്ച് നമുക്കുണ്ട്. എക്സൈസ് ഇൻസ്പെക്ടർ ആകുമ്പോൾ അതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ബാച്ച് നമുക്ക് വരും. സോ ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് മാറാൻ പറ്റും. അതും ഫ്രീ ആയിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, മാറാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ രീതിക്കാണ് നമ്മുടെ ബാച്ച് നമ്മൾ ഓറിയൻറ്റ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല നിങ്ങൾ നമ്മുടെ ക്ലാസ്സസ് ഒന്ന് കാണണം. കാര്യം വേറൊന്നും അല്ലടാ, നമ്മുടെ ക്ലാസ്സസിൻ്റെ ക്വാളിറ്റി അറിഞ്ഞ് തന്നെ എന്ത് ചെയ്യണം, ഒരു കുട്ടി ജോയിൻ ചെയ്യണം. അല്ലാതെ ഒരു ഗിമ്മിക്സ് അതിനകത്തില്ല. ഇപ്പം നമ്മുടെ ഫാക്കൽറ്റീസിനെ പറയുകയാണെങ്കിൽ ജോഗ്രഫി ഞാനാണ്, ഇംഗ്ലീഷ് വന്നിട്ട് പ്രജീഷ് സാറാണ്, മലയാളം വന്നിട്ട് ഷിബിന മിസ്സാണ്, അത് കഴിഞ്ഞ് പൊളിറ്റി വന്നിട്ട് അതുൽ സാറുണ്ട്, പിന്നെ അത് കഴിഞ്ഞ് അനുലാൽ സാറുണ്ട്, പിന്നെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ നമ്മുടെ മലയാളം വീണ്ടും അനൂജ് സാറുണ്ട്, പിന്നെ അത് കഴിഞ്ഞ് ഒരുപാട് ഫാക്കൽറ്റീസ്. മാത്സ് ആണെങ്കിൽ ശരവൺ സാറാണ്, പിന്നെ അത് കഴിഞ്ഞ് അനുലാൽ സാർ എടുക്കും, പിന്നെ ശരത് സാറുണ്ട്. അങ്ങനെ നമ്പർ ഓഫ് ഫാക്കൽറ്റീസ്. ഈ ഫാക്കൽറ്റീസിൻ്റെ ക്ലാസ്സസ് നമ്മുടെ ആപ്പിനകത്ത് ഇട്ടിട്ടുണ്ട്. ആ റേഞ്ചിലും ആ ക്വാളിറ്റിയിലും ആ മെറ്റീരിയൽ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മുടെ ക്ലാസ് എന്ത് ചെയ്യുന്നത്, മൊത്തം അങ്ങ് പോകുന്നത്. അല്ലാതെ അങ്ങനെ പഠിച്ചിട്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കാര്യമുള്ളൂ. ഇപ്പം നമ്മുടെ ബാച്ച് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ LD ബാച്ച് വരുമ്പോഴായാലും LGS ബാച്ച് വരുമ്പോഴായാലും ഡിഗ്രി ലെവൽ ബാച്ച് വരുമ്പോഴായാലും കൊടുക്കുന്ന മെറ്റീരിയൽ സെയിം അല്ല. ഓരോന്നിനും ആ എക്സാം അർഹിക്കുന്ന പ്രാധാന്യം കൊടുത്ത് തന്നെ ആ റേഞ്ചിലെ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്ത് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. കാര്യം നമുക്ക് നമ്മുടെ ഫസ്റ്റ് ബാച്ചാണ്, സെക്രട്ടേറിയറ്റ്സിൻ്റെ ഫസ്റ്റ് ബാച്ചാണ്. ഫസ്റ്റ് ആയിക്കോട്ടെ എക്സ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ റിസൾട്ട് നമുക്ക് അത്രയും അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ റേഞ്ചിൽ എപ്പോഴും നമ്മൾ അങ്ങനെ നമ്മൾ തരത്തുള്ളൂ. അതായത് അല്ലാതെ
കാര്യം ഒരുപാട് പാഷനോടാണ് എന്ത് ചെയ്യുന്നത് ഒരു ടീം സൂപ്പർ നോട്ട്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതെൻ്റെ മാത്രം എഫേർട്ടല്ല, ഒരു ടീമിൻ്റെ മൊത്തം എഫേർട്ടാണ്. ഒരുപാട് പാഷൻ, ഒരുപാട് ആഗ്രഹങ്ങൾ, മറ്റാരും കൊടുക്കാത്ത കുറേ സാധനങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് തരിക, നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക ജോലിയിലേക്ക് കൈപിടിച്ചേറ്റ്, അങ്ങനെ ഒരുപാട് പാഷൻ, അതെല്ലാം കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്ത് സൂപ്പർ നോട്ട്സ് എന്നൊരു ടീം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ സ്റ്റാർട്ട് ചെയ്യും, നമ്മൾ വർക്ക് ചെയ്യുന്ന നമ്മളെ മോട്ടോ അതെല്ലാം എന്ത് തന്നെയാണ്, അത് തന്നെയാണ്. അപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ എല്ലാ ബാച്ചസിനകത്തും നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കും. ഇപ്പോൾ ഏറ്റവും നല്ല എക്സാമ്പിളാണ് NTPCയുടെ ബാച്ച്. നമുക്ക് 3 ബാച്ചസ് ഉണ്ട് NTPCക്ക് ആയിട്ട്, റെയിൽവേക്കായിട്ട്. ഒരു കുട്ടി പോലും എന്ത് ചെയ്തിട്ടില്ല, കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടില്ല. ഒരു കുട്ടി സജഷൻസ് ഇഷ്ടം പോലെ വരാറുണ്ട്, ഒരുപാട് വരാറുണ്ട്. പക്ഷേ എല്ലാം നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യും, ഇംപ്ലിമെൻറ്റ് ചെയ്ത് തന്നെ അങ്ങ് പോകും. ഓക്കെ, അത് നമ്മുടെ സന്തോഷമാണ്. നമുക്ക് പിള്ളേർക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട്, നമ്മുടെ പ്രൗഡാണത്. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ഡിഗ്രി ലെവലിൻ്റെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കാണ്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. ഒന്ന്, ഏറ്റവും മികച്ച ക്ലാസ്സുകൾ നമ്മൾ തരും. അതായത് നമ്മുടെ കണ്ടൻസ് കൂടുതലും എന്താണ്, റെക്കോർഡഡ് സെഷൻസ് ആണ്, ഹൈ ക്വാളിറ്റി റെക്കോർഡഡ് സെഷൻസ് ആണ്. ഒരു തരത്തിലുള്ള ലൈവ് ക്ലാസിൻ്റെ ഇൻട്രാക്ഷൻസും വരാത്ത. അപ്പോൾ നിങ്ങൾ എന്തിക്കുക, അതെന്താ സാധനം. ഇവിടെ ഒരു ലൈവ് ക്ലാസ്സിനകത്ത് ഒരു 250 പേര് ജോയിൻ ചെയ്തെന്ന് സങ്കല്പിക്കാം. ഒരു ബാച്ചിനകത്തുണ്ട് 50 പേരായിരിക്കും എന്ത് ചെയ്യുന്നത്, ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. ബാക്കി 200 പേരും ചിലപ്പോൾ റെക്കോർഡഡ് സെഷൻസ് ആയിരിക്കും കാണുന്നത്. പക്ഷേ ഈ ലൈവ് ക്ലാസ്സിന് കണ്ട ആൾക്കാർ ഒരുപാട് ഡൗട്ട്സ് ചോദിക്കണം, അത് തെറ്റല്ല, ചോദിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇൻട്രാക്ഷൻസ് വരാം, സാറാ കാര്യങ്ങൾ പറയും, അതിൻ്റെ എക്സ്പ്ലനേഷൻസ് വരും, സംസാരം വരും. അപ്പോൾ ഇത് റെക്കോർഡഡ് സെഷൻ കാണുന്ന ഒരു കുട്ടിക്ക് എന്ത് ചെയ്യത്തില്ല, ഒന്നും മനസ്സിലാവത്തില്ല, ഒരു ഫ്ലോ നിങ്ങൾക്ക് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ടന്റ് എന്തായിരിക്കും, ഏതാണ്ട് ഒരു 80% റെക്കോർഡായിരിക്കും. മാത്രമല്ല മറ്റാരും തരാത്തൊരു ഫീച്ചർ, നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് കുറേ ടോപ്പിക്ക് മാത്രം പഠിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ, കുറേ ടോപ്പിക്ക് മാത്രം പഠിക്കുന്നു പോകുന്നു, എന്തെങ്കിലും കാര്യമുണ്ടോ, ഇല്ല. സോ നമുക്ക് ടോപ്പിക്ക് നമുക്ക് എന്ത് ചെയ്യണം, പഠിക്കണം. ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ പഠിക്കണം. ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ അതിനൊന്ന് അനലൈസ് ചെയ്യാൻ പഠിക്കണം. അപ്പം അതിനു വേണ്ടിയിട്ട് ഏതാണ്ട് ഒരു 80+ അവേഴ്സിൻ്റെ ലൈവായിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടോപ്പിക്ക് നന്നായിട്ട് കിട്ടും, മാത്രമല്ല നമുക്ക് അടിപൊളിയായിട്ട് ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യാൻ പറ്റും, പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എക്സാംസിനൊക്കെ ആണെങ്കിൽ ആ റേഞ്ചിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് തന്നു പോകും. അതായത് ഈ ബാച്ച് തീരുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങിയത് ഒരു n നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങളെ കൊണ്ട് വർക്കൗട്ട് ചെയ്തിരിക്കും. അങ്ങനെ എല്ലാമായിട്ട് നമ്മുടെ ഡിഗ്രി ലെവലിൻ്റെ ഫസ്റ്റ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ നമ്മുടെ ഡിഫറൻസ് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അതിന് ഡെമോ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റും, എന്താണ് തരുന്നത്, എന്താണ് നമ്മുടെ ക്ലാസ്സിൻ്റെ പ്രത്യേകത, എല്ലാം മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർക്ക് എന്തെല്ലാം ജോയിൻ ചെയ്യാം. താഴെ 2 നമ്പർ കിടപ്പുണ്ട്, നിങ്ങൾക്ക് അവിടെ കോൺടാക്ട് ചെയ്യാം. 8281223366. പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത്തെ നമ്പർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, എന്തോ ആയിക്കോട്ടെ. അപ്പോൾ ഇത്രയും എക്സാംസ് ആണ് എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിഗ്രി ലെവലിൽ ഇപ്പോൾ വരാൻ പോകുന്നത്. ഇപ്പോൾ പ്രിപ്പറേഷൻ എന്ത് ചെയ്യാം, നിങ്ങൾ നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, മുമ്പോട്ട് കൊണ്ടുപോകുക, എഫേർട്ട് കൊടുക്കുക. നമ്മൾ എഫേർട്ട് കൊടുക്കാണ്ടൊരു മനസ്സ് നിങ്ങൾ ഉണ്ടാക്കുക. അല്ലാതെ നമ്മൾ വിചാരിക്കുക നമ്മുടെ ലൈഫിൽ ഒരു അത്ഭുതം എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സൃഷ്ടിക്കാൻ പറ്റത്തില്ല. സോ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോ, ഓർത്ത് വെച്ചോ, നമ്മളൊന്ന് ഉഴപ്പിയാൽ നമ്മുടെ കയ്യിൽ നിന്ന് ഇത്രയും വർഷങ്ങൾ എന്ത് ചെയ്യും, അങ്ങ് പോയി കിട്ടും. സോ പ്രിപ്പയർ ചെയ്യുക. ട്രസ്റ്റ് ദ പ്രോസസ്. ആദ്യം ബുദ്ധിമുട്ടായിരിക്കും, കഷ്ടപ്പാടായിരിക്കും, ബാക്കി എല്ലാമായിരിക്കും. പക്ഷേ അതിൻ്റെയൊക്കെ ഫലം കിട്ടുന്നൊരു ദിവസം വരും. അതിനുവേണ്ടി എന്ത് ചെയ്യുക, കാത്തിരിക്കുക, എഫേർട്ട് എടുത്തുകൊണ്ടിരിക്കുക. നമുക്ക് മറ്റൊരു സെഷനിൽ കാണാം. താങ്ക് യു ഓൾ.